ഒരു ചെറിയൊരു അനുഭവത്തിലൂടെ ഇന്നത്തെ ദിവസം തുടങ്ങിയാലോ. എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയത് ഒരു ഹോസ്പിറ്റലിലാട്ടോ. അപ്പൊ അവിടെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ആഗ്രഹം തോന്നിയത് മൂക്ക് കുത്താനായിട്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മൂക്ക് കുത്താനായിട്ട്. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു ദിവസം മൂക്കുകുത്തിയൊക്കെ ഇട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചെന്നു. നേരെ ലാബിൽ വർക്ക് ചെയ്യാനായിട്ട് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അവിടുത്തെ ഇൻചാർജിൻ്റെ എനിക്ക് പൊങ്കാലയായിരുന്നു പൊങ്കാല. ഒരു മാസത്തോളം എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചീത്ത കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പേടിച്ചിട്ട് ഞാൻ ഒരു മൂക്കുത്തി ഉരിച്ചു. കാരണം എനിക്ക് ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഒരു സമാധാനം കിട്ടിയിരുന്നില്ല. ഒരു വീഡിയോയിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ പോക്ക് കണ്ടപ്പോൾ ഞാൻ ശരിക്കും എന്താ ഒരു കാലം ഞാൻ ഓർത്തുപോയി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേടി എന്ന് പറഞ്ഞ സംഭവമില്ല. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഗൈസിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ കർത്താവിനോട് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് കുറച്ച് പരിഭവങ്ങളും പരാതികളും സന്തോഷങ്ങളും സങ്കടങ്ങളും പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള നന്മകളും എല്ലാം അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പള്ളിയിൽ പോണതിൻ്റെ ധൃതിയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ അതിൽ 2-3 പ്രാവശ്യമായിട്ട് ഒരു വീഡിയോ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റു അടിക്കുന്ന വീഡിയോ ആണ്. ടാറ്റു അടിക്കുന്നത് അതിൽ മെയിനായിട്ട് ഒരു കുഞ്ഞൊരു കുട്ടി, ഒരു 4 വയസ്സെങ്ങാനായിട്ടുണ്ടാവും. ആ ഒരു കുട്ടി ടാറ്റു അടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നി. ഇത്ര കുഞ്ഞിൽ തന്നെ ആ ഒരു കുട്ടി ഇവിടെ എൻ്റെ ഒരു കാക്കപ്പുള്ളി കണ്ടു, അല്ലെങ്കിൽ മർഗം കാണുമെന്ന് പറയാം. ഇതെനിക്ക് ജന്മനാ ഉള്ളതാണ്. ഇതേ സെയിം സ്ഥലത്ത് തന്നെ ആ കുഞ്ഞു കുട്ടി അവിടെ ടാറ്റു അടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നി. അപ്പോൾ ഇത്ര ചെറുതിൽ തന്നെ നല്ല ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പുട്ടുപോലെ ആ ഒരു കുഞ്ഞു കുട്ടി ടാറ്റു അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മനാ തന്നെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു ബ്യൂട്ടി സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കാണാൻ നല്ല ശരിയില്ല കാണാൻ. അപ്പോൾ അവരൊക്കെ ഇത്ര കുഞ്ഞിൽ തന്നെ വേദന അനുഭവിച്ചിട്ട് ഇവിടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ടാറ്റു അടിക്കണമെന്നുണ്ടെങ്കിൽ ജന്മനാ തന്നെ ഒരു വേദന അനുഭവിക്കാതെ ദൈവം തന്നിട്ടുള്ള ഈ ഒരു ബ്യൂട്ടി സ്പോട്ടിനെ നന്ദി പറയണ്ടേ. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതൊന്ന് പങ്കുവെക്കണം തോന്നി. അപ്പോൾ ഇത്രയുള്ളൂ. പള്ളി പോയിട്ട് വരാം കേട്ടോ. ബൈ.